നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമി എന്നറിയപ്പെടുന്ന ഗോപൻ എന്നയാളുടെ സമാധി കേസിൽ മരണം നടന്നത് വീട്ടിലാണോ അറയിലാണോ എന്നത് ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്തേണ്ടി വരുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം സമാധിയായി എന്ന് വീട്ടുകാർ പറയുമ്പോഴും മരിച്ചത് എങ്ങനെയാണ്, എപ്പോഴാണ്, ഏത് രീതിയിലാണ് അദ്ദേഹം മരിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. മക്കളുടെ അറിവോടെ അറയ്ക്കുള്ളിൽ ജീവനോടെ കയറിയിരുന്ന ശേഷം ശ്വാസം മുട്ടി മരിച്ചതാണോ എന്ന ചോദ്യം ശക്തമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കേസിന്റെ രീതി തന്നെ മാറും. എന്നാൽ കിടപ്പിലായിരുന്ന ഗോപൻ എങ്ങനെ വീട്ടിൽ നിന്ന് നടന്നുപോയി സമാധിയാകുമെന്നാണ് അടുപ്പക്കാർ ഉന്നയിക്കുന്ന സംശയം. മരണം നടന്ന സമയം ഭാര്യ സുലോചനയും മകൻ രാജസേനും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. സമാധിയാകാൻ സമയമായെന്ന് അച്ഛൻ അറിയിച്ചതിനാൽ രണ്ടാമത്തെ മകൻ സനന്ദനെ വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ മൊഴി. ഈ മരണം നടന്നത് എങ്ങനെ എന്നതിലാണ് അടിമുടി ദുരൂഹത നിറഞ്ഞു നിൽക്കുന്നത്. നാട്ടുകാർ പ്രകടിപ്പിക്കുന്ന സംശയവും ഈ സാഹചര്യത്തിൽ ശക്തമാകുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നാട്ടുകാർ കഴിഞ്ഞ ദിവസം മലയാളി വാർത്തയോട് നടത്തിയ ഒരു നിർണായകമായ സംശയങ്ങൾ, അവർ മലയാളി വാർത്തയോട് നടത്തിയ പ്രതികരണങ്ങൾ, അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. റോഡിലൊരു പോസ്റ്റർ ഒട്ടിച്ച് വെച്ചെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ഇപ്പോൾ അതൊന്നും അവർ തിന്നിലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഈ ഗോപൻ എന്ന് പറഞ്ഞ ഒരു സ്വാമി ചത്ത കൊണ്ട് കുഴിച്ചു മൂടിയത് ജീവനോടെ മൂടിയതാണോ അല്ലാതെ മൂടിയാണോ നമുക്കത് മാത്രം അറിഞ്ഞാൽ അത് സർക്കാർ എന്തെങ്കിലും അത് ഒരു പരിഹാരം കണ്ടെത്തണം. ഇത് മാത്രമേ നമുക്കുള്ളൂ. സമാധി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. സമാധി ഇരിക്കുന്ന ആൾ അവൻ പറഞ്ഞിട്ടില്ല, അച്ഛൻ ഗുളിക കഴിച്ച്, BP-യുടെ ഗുളിക കഴിച്ച്, ഷുഗറിൻ്റെ ഗുളിക കഴിച്ച്, കഞ്ഞി കുടിച്ച്, പിന്നെ ഇഞ്ചക്ഷൻ ചെയ്ത് ഈ സമാധി ഇരിക്കുന്ന ആൾ ഇതെല്ലാം ചെയ്യൂ. ഇത് എന്തോ അവർ സ്വാർത്ഥ താല്പര്യത്തിന് ചെയ്തതാണ്. പഴയ ഇത് അതിനകത്ത് വെച്ചതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഊരി പോയത്. അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ട്? സംശയമുണ്ട്. ഈ വീട്ടുകാർ പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടുത്തെ ശബ്ദമൊക്കെ ഭയങ്കര എന്താ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊരു പരാതി നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ. ശബ്ദം എന്തൊരു നാട്ടുകാർക്ക് കൂടെ എന്തൊരു പരാതി? നാട്ടുകാർക്ക് കൂടെ ഒരു പരാതിയില്ല. ഇല്ല നാട്ടുകാർക്ക് ഒരു പരാതിയില്ല. ഇവിടെ ഇപ്പം നട തുറക്കണില്ല. നട തുറക്കണില്ലെന്നാൽ ഇപ്പോൾ ഏത് ക്ഷേത്രത്തിൽ പോയിരുന്നാലും പെമ്പിള്ളേർ ഇതുപോലത്തെ ഡ്രസ്സെല്ലാം ഇട്ടുകൊണ്ട് വരും. അവർ പാവാടയും ബ്ലൗസോ അല്ലെങ്കിൽ സാരി ഉടുത്തുകൊണ്ട് വേണം. അങ്ങനെ മൊത്തം പിള്ളേർ ഇവിടെ വരാതായി ഇവിടെ കോവിലൊന്നും തുറക്കണില്ല. അവൻ ഒരു പശുവിനെയും കിട്ടി പാലിന് ഒരു 2 ലിറ്റർ പാലും കൊണ്ട് കൊടുത്തിട്ട് അതിൻ്റെ ബാക്കി പാൽ കൊണ്ടുപോയി കാച്ചി കുടിച്ചിട്ട് ഇവിടെ കിടക്കും. ഇവിടെ മാട് വളർത്തിയാണ് ചെയ്യുന്നത്. നമുക്കറിഞ്ഞൂടെ മാട് വളർത്തുന്ന മുകളിലൊരു പാർട്ടി ഒരുപാട് മാട് വളർത്തുന്നു. ഒരു മാട് വളർത്തി എത്ര രൂപ കിട്ടും? ഞാൻ 5 മാട് വളർത്തിയവനാണ്. ഈ സമാധിയായ ആൾ എങ്ങനെയായിരുന്നു നാട്ടുകാരോടൊക്കെ ഉള്ള പെരുമാറ്റം? നാട്ടുകാരുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബ വീടെന്ന് പറഞ്ഞാൽ പ്ലാവള സ്കൂളിൻ്റെ അടുത്താണ്, പൂവാർ റോട്ടിൽ സ്കൂളിൻ്റെ താഴെ ചാണൻ്റെ കരയിലാണ് താമസിച്ചിരുന്നത്. നിസ്സാര പ്രശ്നത്തിന് 7 പേരെ ഒരു ദിവസം വെട്ടി. ഒരു സ്ത്രീയെ അടക്കം 7 പേരെ വെട്ടി. അവിടെ നിന്ന് ഒളിച്ചോടി കുറച്ച് ദിവസം എവിടെ പോയി കിടന്നിട്ട് പിന്നെ ആറാലുമുട്ടി വന്ന് വസ്തു വാങ്ങിച്ച് അവിടെ വീട് വെച്ച്. അവിടെ ചെമ്പ് തൊഴിലാളിയായിരുന്നു. ആറാലുമുട്ടി തീവെപ്പ് കേസിൽ എല്ലാം പ്രതിയാണ്. പിന്നെ ഇവിടെ കോവിൽ വെച്ച് ഇവിടെ കിടക്കുകയായിരുന്നു.